2024-25 അധ്യയന വർഷത്തിൽ 7ാം ക്ലാസ്സിൽ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ഹിന്ദി ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. सामान्य निर्देश 15 मिनट का कूल ऑफ टाइम प्रश्न पत्र वाचन के लिए है. 15 മിനിറ്റ് സമയം ചോദ്യപേപ്പർ വായിച്ചു നോക്കുന്നതിന് വേണ്ടിയാണ്. ഗതിവിധി ഏക ഉത്തർ ലിഖന അനിവാര്യ ഹെ. ഒന്നാമത്തെ പ്രവർത്തനത്തിൻ്റെ ഉത്തരം എഴുതേണ്ടത് അനിവാര്യമാണ്. दो से 4 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखें. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. गतिविधि 1 सूचന ഗണ്ട് പടേ और प्रश्नों के उत्तर लिखें. ഗണ്ണിക വായിച്ചിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഗണ്ണിക ഒന്ന് വായിക്കുക. നീന ഏക് ചോട്ടി സി ലടുക്കി തി. നീന ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. വ ഏക് ഷഹർ മേ രഹതി തി. അവളൊരു പട്ടണത്തിലായിരുന്നു താമസിച്ചത്. ഉസേ കഹാനിയാം ബഹുത് പസന്ദ് തി. അവൾക്ക് കഥകൾ വലിയ ഇഷ്ടമായിരുന്നു. पर उसे कहानियाँ सुनाने के लिए किसी के पास समय नहीं था. എന്നാൽ അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിന് ആരുടെ അടുത്തും സമയമുണ്ടായിരുന്നില്ല. മാം ബോലി. അമ്മ പറഞ്ഞു, മുझे काम करना है. എനിക്ക് ജോലി ചെയ്യാണ്ട്. പാപ്പ പോലെ. അച്ഛൻ പറഞ്ഞു, मैं तो अखबार पढ़ रहा हूँ. ഞാൻ വർത്തമാനപത്രം ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നീന കഹാം രഹതി തി. നീന എവിടെയായിരുന്നു താമസിച്ചത്? 4 ചോയ്സ് ഉണ്ട്. ഗാവ്മേ ഗ്രാമത്തിൽ, ഷഹർമേ പട്ടണത്തിൽ, ജംഗൽ കെ പാസ് കാടിൻ്റെ അടുത്ത്, നദി കെ കിനാരെ നദിയുടെ തീരത്ത്. ഏതാണ് ഉത്തരം? ഷഹർമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീനാക്കോ ക്യാ പസന്ദ് തി. നീനക്ക് എന്തായിരുന്നു ഇഷ്ടം? നാടക് ദേഖന നാടകം കാണുക, സിനിമ ദേഖന സിനിമ കാണുക, കവിത സുന്ന കവിത കേൾക്കുക, കഹാനി സുന്ന കഥ കേൾക്കുക. ആൻസർ കഹാനി സുന്ന. അടുത്ത ക്വസ്റ്റ്യൻ. മുझे काम करना है. ये किसने कहा. എനിക്ക് ജോലി ചെയ്യാണ്ട്. ഇതാരാ പറഞ്ഞത്? മാനെ അമ്മ, പിതാനെ അച്ഛൻ, നീനാനെ നീന, ബായിനെ സഹോദരൻ. ആൻസർ മാനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാപ്പാനെ ക്യാ കേക്കർ കഹാനി നഹീ സുനായി. അച്ഛൻ എന്ത് പറഞ്ഞിട്ടാണ് കഥ കേൾക്കാതിരുന്നത്? മേൻ തോ സമാചാർ സുൻ രഹാ ഹൂം. ഞാൻ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. മേൻ തോ അഖ്ബാർ പഠ് രഹാ ഹൂം. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മേൻ തോ ടി വി ദേഖ് രഹാ ഹൂം. ഞാൻ ടി വി കണ്ടിരിക്കുകയാണ്. മേൻ തോ ഗാന ഗാ രഹാ ഹൂം. ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല പാട്ടല്ല, ഞാനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് ആൻസർ? മേൻ തോ അഖ്ബാർ പഠ് രഹാ ഹൂം. നെക്സ്റ്റ്. ഗണ്ട് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ഗണ്ണികയുടെ ആധാരമാക്കിയിട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് ഏതാണ് പറയുന്നത്. താഴെ കൊടുത്തതിലുള്ള പ്രസ്താവനകളിൽ ഒന്ന് ശരിയാണ്. അത് ഏതാണെന്ന് നോക്കുക. ഒന്നാമത് എന്താ പറയുന്നത്? കഹാനിയാം സുനാനെ കെ ലിയെ സബ്കെ പാസ് സമയത്ത. കഥ കേൾക്കാൻ എല്ലാവരുടെ അടുത്തും സമയമുണ്ടായിരുന്നു. കഹാനിയാം സുനാനെ കെ ലിയെ കേവൽ പാപ്പാ കെ പാസ് സമയത്ത. കഥ കേൾക്കുന്നതിന് വേണ്ടി അച്ഛൻ്റെ അടുത്ത് മാത്രമായിരുന്നു സമയമുണ്ടായിരുന്നത്. കഹാനിയാം സുനാനെ കെ ലിയെ കേവൽ മാം കെ പാസ് സമയത്ത. കഥ കേൾക്കാൻ അമ്മയുടെ അടുത്ത് സമയമുണ്ടായിരുന്നു. കഹാനിയാം സുനാനെ കെ ലിയെ കിസി കെ പാസ് സമയം നഹീം താ. കഥ കേൾക്കാൻ ആരുടെ അടുത്തും സമയമുണ്ടായിരുന്നില്ല. അതാണ് കഹാനിയാം സുനാനെ കെ ലിയെ കിസി കെ പാസ് സമയം നഹീം താ. അപ്പം ഇനി അടുത്ത പ്രവർത്തനം ശ്രദ്ധിക്കുക. ഗതിവിധി 2 गुस्से प्यार कविता की ये पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. गुस्से പറഞ്ഞ കവിതയിലെ ഈ വരികൾ വായിക്കുക. എന്നിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഏതാ വരികൾ? सूरज अपनी आग से
ഇത്തന പ്യാർ കരേക്കി വ ദേ സഖേ ആഖ് ദുനിയാ കോബി. ശോഭാനാഥ് യാദവ്. നമ്മൾ പഠിച്ച കുത്സേ പ്യാർ എന്ന കവിതയിൽ വരികളാണുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സംസാർ കെ ലിയേ കവിതാമേ പ്രയുക്ത ശബ്ദ് കോൺ സാ ഹേ. സംസാർ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് കവിതയിലുണ്ട്. സംസാർ എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. അപ്പം അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ചോയ്സ് ഉണ്ട്, സൂരജ് ഉണ്ട്, ആഖ്, പ്യാർ, ദുനിയ. അപ്പോൾ ആൻസർ ദുനിയ. ദുനിയ എന്ന് പറഞ്ഞാലും ലോകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂരജ് ദുനിയാക്കോ ക്യാ ദേത്താ ഹേ. സൂര്യൻ ലോകത്തിന് എന്താണ് തരുന്നത്? ഇവിടെ കവിതയിൽ തന്നെ ഉണ്ട്, സൂരജ് അപ്പനി ആഗ് സെ. അപ്പോൾ ആൻസർ ആഗ്. ആഗ് എന്ന് പറഞ്ഞാൽ ഊർജ്. സൂര്യൻ ഊർജമാണ് ലോകത്തിന് തരുന്നത്. അപ്പോൾ നമ്മൾ ആഗ് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിതാക്ക ആശയം ലിഖേം. കവിതയുടെ ആശയം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കവിതയുടെ ആശയം എഴുതുമ്പോൾ കവിത എഴുതിയത് ആരാണ് നമ്മൾ എഴുതണം. പിന്നെ കവിത എന്താണ് കവിത അർത്ഥമാക്കുന്നതും കൂടെ എഴുതിയാൽ ആശയമായി. ഇവിടെ നമുക്ക് 5 ആണ് ഓരോന്ന് സ്കോർ. അപ്പോൾ ഒരു 3 വാക്യം എഴുതിയാൽ മതി. ഒന്നാമത്തേന് 1 സ്കോർ, രണ്ടാമത്തെ 2. അപ്പോൾ ഞാൻ ആശയം ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. ഈ കവിതാംശ് ശ്രീ ശോഭനാഥ് യാദവ് ദ്വാര ലിഖി ഗയി ഹേ. ഈ ഒരു കവിതയുടെ ഭാഗം ശോഭനാഥ് യാദവ് എന്ന ആൾ എഴുതിയതാണ്. അപ്പോൾ ഇവിടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. കവി कहते हैं कि सूरज अपनी आग से बहुत प्यार करता है. കവി പറയാണ്, സൂര്യൻ തൻ്റെ തീയെ, അതായത് തൻ്റെ എന്ന ചൂടിനെ വളരെയധികം സ്നേഹിക്കുന്നു. ഇസീലിയെ വ അപ്പനി ആഗ് ദുനിയാക്കോ ദേത്താ ഹെ. അതുകൊണ്ട് അത് തൻ്റെ തീ അല്ലെങ്കിൽ ഊർജം ലോകത്തിന് നൽകുന്നു. അപ്പോൾ ക്ലിയറായി. ഇനി അടുത്ത പ്രവർത്തനം, संकेत पढ़े और प्रश्नों के उत्तर लिखे. സൂചനകൾ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാ സൂചന? നാം ജവഹർലാൽ നെഹ്റു, ജന്മ ഇലാഹാബാദ് में, माता स्वरूप रानी और पिता मोतीलाल नेहरू, भारत के प्रथम प्रधानमंत्री, बच्चे प्यार से चाचा जी बुलाते. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നെഹ്റുജി കോ ബच्चे പ്യാർ സെ ക്യാ ബുലാത്തെ ഹേ. നെഹ്റുജിയെ കുട്ടികൾ സ്നേഹത്തോടു കൂടി എന്താ വിളിച്ചത്? ആ ആൻസർ ചാച്ചാജി. ഇനി നെഹ്റുജിക്ക് പ്രൊഫൈൽ തയ്യാർ കരേം. താഴെ കൊടുത്ത സൂചനകൾ, അതായത് മുകളിലുള്ള സൂചനകൾ വെച്ചിട്ട് നെഹ്റുജിയുടെ ഒരു പ്രൊഫൈല് തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ആദ്യം നാം, പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്, ജന്മം ഇലഹാബാദിലാണ്, അമ്മ മാതാ സ്വരൂപ് റാണി, അച്ഛൻ മോത്തിലാൽ നെഹ്റു, അവരുടെ പേരാണ്. പിന്നെ ഭാരതക്കെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ബച്ചെ പ്യാർ സെ ചാച്ചാജി ബുലാത്തെ. ഓരോ സൂചനകളിൽ നമുക്ക് ഓരോ വാക്യം ഉണ്ടാക്കിയാൽ പ്രൊഫൈലായി. അത് നമുക്ക് എഴുതാ, ജവഹർലാൽ നെഹ്റു का जन्म इलाहाबाद में हुआ. उनके पिता का नाम मोतीलाल नेहरू और माता സ്വരൂപ് റാണി था. അച്ഛൻ്റെ പേര് മോത്തിലാൽ നെഹ്റു, അമ്മയുടെ പേര് സ്വരൂപ് റാണി ആയിരുന്നു. ബच्चे प्यार से आपको ചാച്ചാജി ബുലാത്തെ. കുട്ടികളുടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഉന്നോനെ ഭാരതಕ್ಕೆ പ്രഥമ പ്രധാനമന്ത്രിത്തെ. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പം ഞാൻ അടുത്ത പ്രവർത്തനം, 4ാമത്തെ പ്രവർത്തനം, ഗതിവിധി 4, साफ सफाई में अव्वल गाँव लेख का ये अंश पढ़े और प्रश्नों के उत्तर लिखे. സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ലേഖനത്തിൻ്റെ ഈ ഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. എന്താണ് ഗണ്ണിക? ഏഷ്യ കാ സബ്സെ സാഫ് സുഥരാ ഗാവ് മാവലിന്നുങ്ങോം മേഘാലയ में है. साल 2003 में इस गाँव को एशिया के सबसे साफ सुथरे गाँव के तौर पर चुना गया. അത് നമ്മൾ പഠിച്ച ഭാഗമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാലിനോങ് ഗാവ് കി വിശേഷത ക്യാ ഹെ. മാലിനോങ് ഗ്രാമത്തിൻ്റെ വിശേഷത എന്താണ്? ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ സാഫ് സഫായി ഹമാര ദായിത്വ ഹെ, ഇസ് ആശയ പർ പോസ്റ്റർ തയ്യാർ കരേ.
വൃത്തി നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ആശയം വരുന്ന ഒരു പോസ്റ്റർ എഴുതാൻ. നമുക്ക് പോസ്റ്റർ ഒരു കള്ളി വരച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യനിലുള്ള ആ സന്ദേശം തന്നെ എഴുതാം. അത് ആദ്യം എഴുതുക, സാഫ് സഫായി ഹമാര ദായിത്വ ഹേ. പിന്നെ നമുക്ക് താഴെ എഴുതുക, കൂട കച്ചറ ഡസ്റ്റ്ബിൻമേ ഡാലോ. കൂട കച്ചറ ഡസ്റ്റ്ബിന്നിൽ ഇടാം. ഇത്ര എഴുതിയാൽ അതിനുള്ള മുഴുവൻ സ്കോറും നിങ്ങൾക്ക് കിട്ടും. ചിത്രം വേണമെങ്കിൽ വരയ്ക്കുക, നിർബന്ധമില്ല. വേണമെങ്കിൽ ഒരു ചിത്രവും നിങ്ങൾക്ക് വരയ്ക്കുക കഴിയുമെങ്കിൽ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, ये धरती है उस किसान की कविता की ये पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. ഈ ഭൂമി കൃഷിക്കാരൻ്റെതാണ് എന്ന ഈ കവിതയുടെ ഈ വരികൾ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. വരികൾ ഇന്ന് ശ്രദ്ധിക്കുക. നയേ വർഷമേ നയേ ഫസൽ കെ ടേർ അन्न का लग जाता है. ये धरती है उस किसान की नहीं राव की नहीं रंग की नहीं किसी की ധർത്തി ഹേ കേവൽ കിസാനിക്ക്. ഈ ഭൂമി കൃഷിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കവിതയുടെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അन्न का टेर कब लग जाता है. അന്നത്തിൻ്റെ അതായത് ധാന്യത്തിൻ്റെ കൂമ്പാരം എപ്പോഴാണ് ഇവിടെ പറയുന്നുണ്ട്? നയേ വർഷമേ, പുതുവർഷത്തിൽ. അത് ആൻസർ ചെയ്തുക. പിന്നെ കവിതാംശക്ക് ആധാർ പർ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. കവിതയുടെ ഈ ഭാഗത്ത് കൊടുത്ത രണ്ട് ശരിയായ പ്രസ്താവനകളുടെ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടെണ്ണം എഴുതണം. ചിലർ ഒന്നാണെന്ന് വിചാരിക്കും, ഒന്ന് എഴുതും. ഒന്നല്ല, രണ്ട് പ്രസ്താവനകൾ എഴുതണോ. വായിച്ചു നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഏ ധർത്തി കിസാൻ കി ഹേ. ഈ ഭൂമി കൃഷിക്കാരൻ്റെതാണ്. അപ്പോൾ അത് കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം. പിന്നെ ഏ ധർത്തി കേവൽ രാവ് കി ഹേ, അത് ശരിയായ പ്രസ്താവനയല്ല. ഏ ധർത്തി കിസാൻ കി നീ ഹേ, ഈ ഭൂമി കൃഷിക്കാരൻ്റെതല്ല എന്നാണ് പറയുന്നത്. അതും ശരിയല്ല. അടുത്തത്, ഏ ധർത്തി കേവൽ രംഗിക്ക് നീ ഹേ. ഇത് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഏ ധർത്തി കേവൽ രംഗിക്ക് നീ ഹേ. അപ്പോൾ ആ ഭാഗവും വരികളും വരി എഴുതാം. അവ രണ്ടും തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പോൾ ഒന്ന് ഏ ധർത്തി കിസാൻ കി ഹേ, അടുത്തത് ഏ ധർത്തി കേവൽ രംഗിക്ക് നീ ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏ ധർത്തി കേവൽ കിസാൻ കി ഹേ ഔർ കിസി കി नहीं है. ഏ ആശയവാലി ദോ പങ്ക്തിയാം ചുൻകർ ലിഖേ. ഈ ആശയം വരുന്ന രണ്ട് വരികൾ ഏതെല്ലാം രണ്ട് വരികൾ? നഹീം കിസി കി ധർത്തി ഹേ കേവൽ കിസാൻ കി. ഇനി അടുത്ത പ്രവർത്തനം, ആറാമത്തെ പ്രവർത്തനം. നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഏതായാലും നമുക്ക് 6 പ്രവർത്തനങ്ങൾ അറിയെങ്കിൽ നിങ്ങൾക്ക് 6ഉം ചെയ്യാം, അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ ആറാമത്തെ പ്രവർത്തനം, ഗാന്ധിജിക്ക് നമക് കഥ പാടുക ഏ അംശ പഠേ അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഗാന്ധിയുടെ ഉപ്പിൻ്റെ കഥ എന്ന ഈ ഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. ഗാന്ധിജി സാലോം പഹലെ अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. वे वहाँ जाकर समुद्र के पानी से गुद नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. क्वेश्चन, गांधी जी अहमदाबाद से दांडी कैसे चल पड़े. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് എങ്ങനെയാണ് പോയത്? ഇവിടെ പറയുന്നുണ്ട് കാൽനടയായിട്ടാണ്. അതിനുള്ളൊരു വാക്കെന്താ? പൈതൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതാ, ഗാന്ധിജി അഹമ്മദാബാദ് സെ ദണ്ഡി പൈതൽ ചൽപ്പടെ, കാൽനടയായിട്ടാണ് പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹായക് ബിന്ദുओं के आधार पर गांधी जी की दांडी यात्रा पर रिपोर्ट तैयार करें. താഴെ കൊടുത്ത സൂചനകളെ അടിസ്ഥാനമാക്കി ഗാന്ധിയുടെ ദണ്ഡി യാത്രയെക്കുറിച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വരുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അത് നടന്നൊരു സംഭവം പത്രത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സൂചന കൊടുത്തിട്ടുണ്ട്. ആ ഓരോ സൂചനകളും ഓരോ വാക്യമാക്കി മാറ്റിയാൽ മതി. നിങ്ങൾക്കറിയാം, പത്രവാർത്ത എഴുതുമ്പോൾ അതിൻ്റെ ഹെഡിങ് വേണം. അപ്പോൾ ഹെഡിങ് നമുക്ക് ഗാന്ധിജിക്ക് ദണ്ഡി യാത്ര തന്നെ കൊടുക്കുക. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ സഹായക് ബിന്ദുവൊക്കെ ആധാർ ഗാന്ധിജിക്ക് ദണ്ഡി യാത്ര. അപ്പോൾ അതിന് ഹെഡിങ് കൊടുക്കുക, ഗാന്ധിജിക്ക് ദണ്ഡി യാത്ര. പിന്നെ സ്ഥലം എഴുതണം, അഹമ്മദാബാദ്. അപ്പോൾ അത് എഴുതി. പിന്നെ നടന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് എഴുതാ, ഗാന്ധിജി കുച്ച് സാത്തിയോं के साथ अहमदाबाद से पैदल ദണ്ഡി നാം കെ സമുദ്ര കിനാരേക്ക് ഗാവ് ചല. അവിടേക്ക് നടന്നു. വേ വഹാൻ ജാക്കർ സമുദ്ര കെ പാനി ഗുദ്
നമക് ബനാക്കർ അംഗ്രോസൻ കാ കാല കാനൂൻ തോടാ. അത് അവിടെ പോയിട്ട് സമുദ്രക്കെ പാനീസെ, അതായത് സമുദ്രത്തിലെ ജലത്തിൽ നിന്ന് ഖുദ് നമക് ബനാക്കർ സ്വയം ഉപ്പുണ്ടാക്കിയിട്ട് അംഗ്രേസോം കാ കാല കാനൂൻ തോട ഇംഗ്ലീഷുകാരുടെ കറുത്ത നിയമം ലംഘിച്ചു. ഇത്രയും ഭാഗങ്ങളാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ നിങ്ങൾ നേരത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബഹുത് ബഹുത് ധന്യവാദ്.